ഹായ് ഹലോ. ഇന്ന് ഗ്രീസിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ നിസിറോസ് ഐലൻഡിലേക്കാണ് പോകുന്നത്. ഈ നിസിറോസ് ഐലൻഡ് ഒരു വോൾക്കാൻ എക്സ്പ്ലോഷൻ മൂലം ഉണ്ടായതാണത്രേ. 1600 വർഷം മുന്നാണ്. പക്ഷെ ഇപ്പോഴും അവിടുത്തെ വോൾക്കാനോ സജീവാണെന്നാണ് പറയണത്. മീൻസ് നല്ല ചൂടുള്ള ആവി, അതുപോലെ സൾഫറിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് ഇത്രേ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കോസ് ഐലൻഡിലാണ്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ബോട്ടിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങൾക്ക് ചുറ്റുള്ള എല്ലാ ബോട്ടും പോയി, ഞങ്ങളുടെ ബോട്ട് മാത്രം എടുക്കണ്ടായിരുന്നില്ല. വെയിറ്റ് ചെയ്ത് പ്രാന്താവാന്ന് പറയില്ലേ, ആ പോയി തുടങ്ങി പോയി തുടങ്ങി. എനിക്ക് ബീച്ചും കടലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ബോട്ടിൽ പോയി പകുതി എത്തുമ്പോൾ തുടങ്ങും എനിക്കിങ്ങനെ നെഗറ്റീവ് തോട്ട്സ്. ഈ ബോട്ടെങ്ങാനും മറിഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫോൺ എങ്ങനെ വെള്ളത്തിൽ വീണാലോ, ഇനിയിപ്പോൾ ഞാനെങ്ങാനും കാലത്തെറ്റി വെള്ളത്തിൽ വീണാലോ, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓവർ തിങ്ക് ചെയ്ത് എവറസ്റ്റ് കൊടുകൂടി ഞാൻ കയറും. എന്താ പറയാ, എനിക്ക് ഭയങ്കര പേടിയാ. ഒന്നാമതിൽ എനിക്ക് നീന്തൽ അറിയില്ല, രണ്ടാമതിൽ നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഷേക്കിംഗ് അല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ ഓവർ തിങ്ക് ചെയ്ത് മറിയാത്ത ബോട്ടും ഞാൻ മറിക്കും. അതാണ് അവസ്ഥ. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ പേടി? എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അങ്ങനെ ഞങ്ങൾ നിസ്രോസിലെത്തി. അത് ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. 10,000 പേര് മാത്രമേ അവിടെ താമസിക്കണുള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. എന്താ പറയാ, ഫുൾ വൈറ്റ് പെയിന്റ് അടിച്ച കുഞ്ഞു കുഞ്ഞു വീടുകളാ. ഇവിടെ ടൊമാറ്റോയുടെ ഐസ്ക്രീം കിട്ടൂത്രേ. ടൊമാറ്റോ ഫ്ലേവറുള്ള ഐസ്ക്രീം. ലോകത്തിൽ ആകെ ഇവിടെ മാത്രമേ ടൊമാറ്റോ ഫ്ലേവറുള്ള ഐസ്ക്രീം കിട്ടുള്ളൂ അത്രേ. അപ്പോൾ അതെന്തായാലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ടൊമാറ്റോ ഫ്ലേവർ എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത് പണി വാളുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ച് കഴിച്ചത്. പക്ഷെ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. ടൊമാറ്റോ മാത്രമല്ല, വോൾക്കാനോ, ലാവ, ഈ ഫ്ലേവറിലൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ടൊമാറ്റോ ഫ്ലേവർ മാത്രമേ വാങ്ങിയുള്ളൂ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ പതുക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വില്ലേജ് കാണാനായിട്ട് നടന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടോ ഞാൻ എന്ത് ഇവരുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. അവരാണ് കേട്ടോ എൻ്റെ ടീം. അതാണ് അവരുടെ പിന്നാലെ ഞാൻ വെച്ച് പിടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ വില്ലേജിൽ കൂടെ നടന്നു. ഈ വില്ലേജിൽ കൂടെ നടക്കുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ വിണ്ണി താണ്ടി വരുവായ മൂവിയിലെ സോങ്ങിൻ്റെ സീൻസ് ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. ശരിക്കും നിങ്ങൾക്കും തോന്നിയില്ലേ? എനിക്ക് തോന്നുന്നു ആ മൂവി അല്ല, അതിലത്തെ സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഒരുപാട് സീൻസ് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഞാൻ കണ്ടു അവിടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ ചൂട്, അൺസഹിക്കബിൾ ചൂടാണ്. മലയാളികളായ നമുക്ക് പറ്റില്ല, പിന്നെ യൂറോപ്യൻസിന് പറ്റുമോ? കാണാൻ ഭംഗിയുണ്ട്. അവിടെയുള്ളവർക്ക് ആ ചൂടൊന്നും ഒരു വിഷയമല്ല കേട്ടോ. അവർക്കതൊന്നൊരു സംഭവേ അല്ല. അങ്ങനെ ഞങ്ങളൊരു കലുങ്ക് പോലത്തെ ഒരു സ്ഥലത്തെത്തി. ചുറ്റും കടലാണല്ലോ, പിന്നെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ഐലൻഡ്സും കാണാം. എനിക്ക് അവിടെ എവിടെ നോക്കിയാലും ഏതെങ്കിലുമൊക്കെ മൂവി സീൻസ് ഓർമ്മ വരിക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യണം. അത് സത്യമാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊന്നും എടുത്ത് മതിയാവുണ്ടായിരുന്നില്ല. കാരണം എവിടെ നോക്കിയാലും അത്രയും ഭംഗിയാണ്. എല്ലാം കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസും എടുത്തു. ഫോൺ മെമ്മറി നിറഞ്ഞു. ഇവിടുന്ന് ബസ് കയറി പോണട്ടോ നിസിറോസ് ഈ വോൾക്കാൻ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലത്തെത്തണമെങ്കിൽ. അത് ടോപ്പിലാണ്, ഈ വില്ലേജ് താഴെയാണ്. എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലം ടോപ്പിലാണ്.
ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പതുക്കെ ആ നിസ്റോസ് വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലം കാണാൻ പോകാനായിട്ട് ബസ് കയറാനായിട്ട് നടന്നു. ഇവിടെ എല്ലാവർക്കും സ്കൂട്ടർ ഉണ്ട്. സ്കൂട്ടറിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. കാരണം ചെറിയൊരു വില്ലേജ് ആണല്ലോ, മൊത്തം ആകെ 1000 പേരല്ലേ ഉള്ളൂ. എല്ലാ വീടുകളും വൈറ്റ് പെയിന്റ് ആണ് കേട്ടോ. വൈറ്റ് പെയിന്റും ഡോറും വിൻഡോസൊക്കെ ബ്ലൂ കളറും. ഒരു വെറൈറ്റിയാണ്. ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി കേട്ടോ. ബസ്സിൽ നിന്നുള്ള വ്യൂ എൻ്റെ പൊന്നോ, അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഓവർ തിങ്കിങ് വന്നു തുടങ്ങി. കാരണം അവിടെ വലിയ ബാരിക്കേഡൊന്നും ഇല്ല. റോഡും ആ കുഴിയിലേക്കുള്ള ഗ്യാപ്പും ചെറിയൊരു ഗ്യാപ്പാണ്. എങ്ങാനും തെന്നിയുണ്ടെങ്കിൽ ബസ് ആ കൊക്കയിലേക്കാൻ പറയാം. അതാലോചിച്ചിരുന്നിരുന്നിരുന്ന് മനുഷ്യൻ്റെ പകുതി ആയുസ് പോയി പേടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഓവർ തിങ്കിങ് വളരെ ഒരു എന്താ പറയുക, വൃത്തിയായിട്ടൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ സ്ഥലങ്ങളോ ആ വ്യൂ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പേടിച്ചിട്ട്. മനസ്സിൽ മൊത്തം അതാണല്ലോ ചിന്ത. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിയത്തിൽ എത്തിയിട്ടോ. മ്യൂസിയത്തിൽ വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായത്, വോൾക്കാനോൻ്റെ ഹിസ്റ്ററി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ നിന്ന് ടോപ്പിലേക്ക് കയറണം. ടോപ്പിൽ നിന്നാണ് എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലത്തിൻ്റെ വ്യൂ ശരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ മൊത്തം എല്ലാം വൈറ്റ് പെയിന്റ് അടിച്ച വീടുകളാണ്. പിന്നെ ബ്ലൂ പർപ്പിൾ ഡോർസ് വിൻഡോസ് ഒക്കെ. അവിടെ അതിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലോഷൻ ഉണ്ടായത് 1600 വർഷം മുന്നാണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു പള്ളിയുണ്ട്. ഈ സജീവമായിട്ടുള്ള വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ഇനിയും എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാം, അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയാണ് എക്സ്പ്ലോഷൻ ഉണ്ടായത്. ആ കുഴിയിലാണ് കേട്ടോ. നമുക്ക് ആ കുഴിയിലേക്ക് വേണമെങ്കിൽ പോവാം, താഴേക്ക് ഇറങ്ങി പോവാം. ബസ് കയറി താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് താഴെ എത്തിയാൽ നമുക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങാം. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടുക്കത്തെ ചൂടാ. അപ്പം കുഴിയിലേക്കും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം വെന്ത് വെണ്ണീറാവും എന്ന് പറയില്ലേ, അത്രയും ചൂടാണ്. അവിടെ ഉറുമ്പരിക്കുന്ന പോലെ നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ, ടൂറിസ്റ്റുകളാണ്. ഞാനവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നു വേർത്തൊലിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂൾ കോഫി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കൂൾ കോഫി കഴിച്ച് അവിടെ ഇരുന്ന് പിന്നെ തിരിച്ച് നടന്നു. അതിനുശേഷം തിരിച്ച് റിസോർട്ടിലേക്ക് ബോട്ട് കയറി. നമ്മൾ ഈ പഠിക്കണ കാലത്തൊക്കെ ജോഗ്രഫിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വോൾക്കാനോ എക്സ്പ്ലോഷനൊക്കെ. അത് ലൈഫിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത്. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അപ്പം ലൈഫിൽ നേരിട്ട് വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലം കാണാനൊരു ഭാഗ്യം കിട്ടി. ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് കേട്ടോ, ചുറ്റും ഐലൻഡുകളാണ്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ വെള്ളത്തിൽ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ പേടികൾ? ആ പേടി മാറാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഞാൻ മൈൻഡ് മാറ്റും, ചിന്ത മാറ്റും. ചില പാട്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കും. എന്നാലും ഇടയ്ക്കൊരു ഭയം വരും. സത്യം പറഞ്ഞാൽ നമുക്കപ്പോൾ അത് എന്താ പറയുക, അത് ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് കിട്ടില്ല ഈ പേടി കാരണം. പിന്നെ ചില സമയത്ത് ഞാൻ രണ്ടും കൽപ്പിച്ചിങ്ങനെ ഇരിക്കും. നല്ല രസമല്ലേ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കാനായിട്ട്. പക്ഷെ ഞാൻ ജന്മമുണ്ടെങ്കിൽ ആ ഭംഗി ആസ്വദിക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തിച്ച് കാട് കയറും. അതാണ് എൻ്റെ അവസ്ഥ. എന്ത് ഭംഗിയല്ലേ വ്യൂ.
അങ്ങനെ തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തി. റിസോർട്ടിലെത്തുമ്പോഴേക്കും രാത്രിയായിട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.